നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നികുതി ഇനത്തിലും റീ രജിസ്ട്രേഷനിലും വ്യാപക ക്രമക്കേട് കണ്ടെത്തിയ തിരൂർ ജോയിന്റ് RTO ഓഫീസിലെ ജീവനക്കാർക്ക് കൂട്ടസ്ഥലം മാറ്റം. സംസ്ഥാനത്തെ മുഴുവൻ വികസന ബ്ലോക്കുകളിലും രാത്രിയിലും പ്രവർത്തിക്കുന്ന വെറ്റിനറി ആംബുലൻസുകൾ അനുവദിക്കുമെന്ന് ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ചിഞ്ചുറാണി. ഇക്ര വാൾഡ് ഓഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഫെബ്രുവരി 6-7 ദിവസങ്ങളിൽ ലിറ്ററേച്ചർ ഫെസ്റ്റ് സംഘടിപ്പിക്കും. ചരക്ക് വാഹനങ്ങൾ ടിപ്പർ ലോറികളും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കുന്നു എന്ന വാർത്തകളെ തുടർന്ന് ഗുഡ്സ് ടിപ്പർ ലോറികളിൽ വ്യാപക പരിശോധന നടത്താൻ എൻഫോഴ്സ്മെന്റ് RTO. തിരൂർ നഗരസഭ ആയുർവേദ ഡിസ്പെൻസറി ഭരണസമിതിയുടെ നിലപാട് തിരുത്തണമെന്നാവശ്യപ്പെട്ട് CPIM പ്രവർത്തകർ നഗരസഭാ സെക്രട്ടറിയെ ഉപരോധിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. നികുതി ഇനത്തിലും റീ രജിസ്ട്രേഷനിലും വ്യാപക ക്രമക്കേട് കണ്ടെത്തിയ തിരൂർ ജോയിന്റ് RTO ഓഫീസിലെ ജീവനക്കാർക്ക് കൂട്ടസ്ഥലമാറ്റം. ഇവിടുത്തെ മുഴുവൻ ജീവനക്കാരെയും സ്ഥലം മാറ്റുമെന്ന ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെയാണ് 6 ജീവനക്കാരെ സ്ഥലം മാറ്റിയത്. 4 പേരെ ജില്ല മാറ്റിയിട്ടുണ്ട്. 2 പേരെ പൊന്നാനിയിലേക്ക് മാറ്റിയുമാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ S. ശ്രീജിത്ത് ഉത്തരവിറക്കിയത്. ജൂനിയർ സൂപ്രണ്ട് M. ഷിജയെ പാലക്കാട്ടേക്കും സീനിയർ ക്ലർക്ക് PM രഞ്ജിത്തിനെ വടക്കാഞ്ചേരിയിലേക്കും സീനിയർ ക്ലർക്ക് OA അജയനെ പത്തനംതിട്ടയിലേക്കും സീനിയർ ക്ലർക്ക് ആയിഷ വെട്ടനെ എറണാകുളത്തേക്കുമാണ് സ്ഥലം മാറ്റിയത്. ക്ലർക്ക് CP ദൃശ്യ, സീനിയർ ക്ലർക്ക് CP നാസർ എന്നിവർക്കാണ് പൊന്നാനിയിലേക്ക് മാറ്റം. തിരൂരിലെ നികുതി വെട്ടിപ്പ് ഗൗരവമുള്ളതായതിനാലും വകുപ്പ് തല അന്വേഷണത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ലാത്തതിനാലും പോലീസ് വിജിലൻസ് അന്വേഷണ ചുമതല കൈമാറാൻ തീരുമാനിച്ചുവെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. തിരൂരിലെ ജോയിന്റ് RTOവിനെ അടുത്തിടെ സസ്പെൻഡ് ചെയ്തിരുന്നു. തൊട്ടുപിന്നാലെ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ മിന്നൽ പരിശോധനാ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 4 ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്തിരുന്നു. വെട്ട ന്യൂസ്, തിരൂർ. വളർത്തുമൃഗങ്ങളുടെ സംരക്ഷണത്തിനായി സംസ്ഥാനത്തെ മുഴുവൻ വികസന ബ്ലോക്കുകളിലും രാത്രിയിലും പ്രവർത്തിക്കുന്ന വെറ്റിനറി ആംബുലൻസുകൾ അനുവദിക്കുമെന്ന് ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ചിഞ്ചുറാണി പറഞ്ഞു. 152 ബ്ലോക്കുകളിൽ 29 ഇടങ്ങളിലേക്ക് ഇതിനകം വെറ്റിനറി ആംബുലൻസുകൾ നൽകിക്കഴിഞ്ഞെന്നും മലപ്പുറം ജില്ലയിലേക്ക് 2 എണ്ണം അനുവദിച്ചിട്ടുണ്ടെന്നും ഇതിനായി പുതിയ ബജറ്റിൽ 17 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ടെന്നും മന്ത്രി ചിഞ്ചുറാണി പറഞ്ഞു. മലപ്പുറം ജില്ലാ ക്ഷീര കർഷക സംഗമം ജീവനീയം എടക്കര മുണ്ടയിലെ സെലിബ്രേഷൻസ് ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ടെൻഡർ നടപടികൾ പൂർത്തിയാകുന്നതോടെ എല്ലാ ബ്ലോക്കുകളിലേക്കും ആംബുലൻസ് എത്തും. കർഷകർക്ക് 1962 നമ്പറിൽ കോൾ സെന്ററിൽ വിളിച്ചാൽ സേവനം ലഭ്യമാകുമെന്നും മന്ത്രി പറഞ്ഞു. പുതിയ ബജറ്റിൽ ഇതിനായി 17 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ക്ഷീരമേഖല 90% പാലിൽ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിയിരിക്കുന്നു. പുറത്തുനിന്ന് 10% പാൽ മാത്രമാണ് ഇപ്പോൾ മിൽമയ്ക്ക് വേണ്ടി കൊണ്ടുവരുന്നത്. കൂടുതൽ പശുക്കളെ കൊണ്ടുവന്ന് പാലുൽപാദനത്തിന് സർക്കാർ ശ്രമിക്കുന്നുണ്ട്. നിലവിലുള്ള പശുക്കളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു. ക്ഷീര കർഷകർക്ക് പലിശരഹിത വായ്പാ സംവിധാനം കൊണ്ടുവരികയാണ്. ക്ഷീരമേഖലയെ ഉണർത്താൻ വിവിധ പദ്ധതികൾ നടപ്പിലാക്കും. എല്ലാ ജില്ലകളിലും കിടാരി പാർക്കുകൾ സ്ഥാപിച്ചു വരികയാണ്. പുറത്തുനിന്ന് പശുക്കളെ കൊണ്ടുവരുന്നത് നമുക്ക് കുറയ്ക്കാനാവണം. ആരോഗ്യമുള്ള പശുക്കളെ ഇവിടെ ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് കിടാരി പാർക്കുകളുടെ ലക്ഷ്യം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തോടെ കർഷകന്റെ വിഹിതം കൂടി ഉൾപ്പെടുത്തി പശുക്കൾക്ക് സമഗ്ര ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. മിൽമ എത്രയോ ഇത് അവരുടെ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ കയറ്റുമതി ചെയ്യുവാൻ തുടങ്ങി. അതിപ്പോൾ എല്ലാ മേഖലകളിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള പദ്ധതികൾ. ഇപ്പോൾ ഏറ്റവും അവസാനം അമുൽ മാതൃകയിൽ പുതിയ, എനിക്ക് തോന്നുന്നു, ചോക്ലേറ്റ് നമ്മളിപ്പോൾ ഇറക്കി. തോന്നുന്നതല്ല, അതിൻ്റെ ഉദ്ഘാടനം ഞാൻ തന്നെയാണ് ചെയ്തത്. ആ ചോക്ലേറ്റ് വളരെ രുചികരമാണ്. കോടികളാണ് എനിക്ക് തോന്നുന്നു ഓരോ മാസവും അവർക്ക് ചോക്ലേറ്റിലൂടെ മാത്രം കിട്ടുന്നത്. അപ്പോൾ ആ തരത്തിൽ വളരെ ഉയർന്ന നിലവാരത്തിലേക്ക് എത്ര പാല് കിട്ടിയാലും അത് ഉൽപ്പന്നങ്ങളാക്കി മാറ്റുവാൻ, അത് വിദേശങ്ങളിലേക്ക് വിടുവാനും ഒക്കെ നമുക്ക് കഴിയും. അതുകൊണ്ടാണ് പാലിന് ഇങ്ങനെ ഷോർട്ടേജ് ഉണ്ടാകുന്നത്. പരിപാടിയിൽ PV അൻവർ MLA അധ്യക്ഷത വഹിച്ചു. മിൽമ ചെയർമാൻ KS മണി, കേരള ഫീഡ്സ് ചെയർമാൻ K. ശ്രീകുമാർ, വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പടി, എടക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് OT ജെയിംസ്, ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മനോഹരൻ, നിലമ്പൂർ നഗരസഭ വികസന സ്ഥിരം സമിതി അധ്യക്ഷൻ PM ബഷീർ, വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെജി കണ്ടത്തിൽ, വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ സിൽവി മനോജ്, നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പവല്ലി ടീച്ചർ, വിവിധ ക്ഷീരസംഘം പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ
തഹസിൽദാർ തുടങ്ങിയവർ സംസാരിച്ചു. ത്രിതല പഞ്ചായത്തുകൾ, മിൽമ, കേരള ഫീഡ്സ്, ജില്ലയിലെ ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെ നിലമ്പൂർ ബ്ലോക്കിലെ എടക്കര ക്ഷീരസംഘത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടി ഇന്ന് അവസാനിക്കും. വെട്ടന്യൂസ് മലപ്പുറം. ഇക്ര വാൾഡോഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ എക്സ്ട്രാ വാഗൻ സമഹെ എന്ന പേരിൽ ഫെബ്രുവരി 6-7 ദിവസങ്ങളിൽ ലിറ്ററേച്ചർ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നു. കലയിലൂടെ ഭാഷാപരമായ മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് പ്രോഗ്രാമിന്റെ ലക്ഷ്യം. ലിറ്ററേച്ചർ ഫെസ്റ്റിന്റെ ആദ്യ ദിവസമായ ചൊവ്വാഴ്ച സാഹിത്യ എഴുത്തുകാരനായ KP രാമനുണ്ണി ഉദ്ഘാടനം ചെയ്തു. പ്രോഗ്രാം കോർഡിനേറ്റർ ജാൻസി എൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വൈസ് പ്രിൻസിപ്പൽ ബിന്ദു ദേവദാസ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ PM മുസ്തഫ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. മുഖ്യാതിഥിയായി പ്രിൻസിപ്പൽ ചെയർപേഴ്സൺ AP നസീമ പങ്കെടുത്തു. തൃപ്രങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V ശാലിനി, തിരൂർ അസിസ്റ്റന്റ് DO സൈനുദ്ദീൻ, ആലത്തിയൂർ ഇമ്പിച്ചിബാവ ചെയർമാൻ A ശിവദാസൻ, മജീദ് ഐഡിയൽ, മുജീബ് പോളയ്ക്കൽ, യൂസഫ് തൈക്കാടൻ, മജീദ് പറവണ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. പ്രോഗ്രാം കൺവീനർ സുജിത അജിത് നന്ദിയും പറഞ്ഞു. വെട്ടന്യൂസ് തിരൂർ. ചരക്ക് വാഹനങ്ങളും ടിപ്പർ ലോറികളും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കുന്നു എന്ന വാർത്തകളെ തുടർന്ന് ഗുഡ്സ് ടിപ്പർ ലോറികളിൽ വ്യാപക പരിശോധന നടത്താൻ എൻഫോഴ്സ്മെന്റ് RTO PN നസീർ നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 2 ദിവസമായി മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ചെറുതും വലുതുമായ ടിപ്പർ ഉൾപ്പെടെ ചരക്കുവാഹനങ്ങളിൽ മലപ്പുറം എൻഫോഴ്സ്മെന്റ് വിഭാഗം വ്യാപക പരിശോധന നടത്തി. പൊന്നാനി, തിരൂരങ്ങാടി, നിലമ്പൂർ, പെരിന്തൽമണ്ണ, ഏറനാട്, കൊണ്ടോട്ടി താലൂക്കുകൾ കേന്ദ്രീകരിച്ച് ജില്ലയിലെ എല്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡുകളും സംയുക്തമായി നടത്തിയ വ്യാപക പരിശോധനയിൽ ടാക്സ് അടയ്ക്കാതെയും ഫിറ്റ്നസ് ഇല്ലാതെയും സർവീസ് നടത്തിയ 130ഓളം വാഹനങ്ങൾക്കെതിരെ മോട്ടോർ വാഹന നിയമപ്രകാരം കേസെടുത്ത് പിഴ ഈടാക്കി. സ്കൂൾ സമയമായ രാവിലെ 8:30 മുതൽ 10 മണി വരെയും വൈകിട്ട് 3:30 മുതൽ 5 മണി വരെയും ടിപ്പർ ലോറികൾ സർവീസ് നടത്തുന്നതിന് നിരോധനം നിലനിൽക്കെ അത് ലംഘിച്ച് സർവീസ് നടത്തിയ ടിപ്പർ ലോറികൾക്കെതിരെയും ഇൻഷുറൻസ് ഇല്ലാതെ സർവീസ് നടത്തിയ 70ഓളം വാഹനങ്ങൾക്കെതിരെയും നിയമ നടപടികൾ സ്വീകരിച്ചു. കൂടാതെ അമിത ഭാരം കയറ്റി സർവീസ് നടത്തിയ ടിപ്പർ ഉടമയ്ക്കെതിരെ കേസെടുക്കുകയും ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ 483 ഉടമകൾക്കെതിരെ കേസെടുക്കുകയും 9,60,000 രൂപ പിഴ ഈടാക്കുകയും ചെയ്തു. പരിശോധനയ്ക്ക് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർമാരായ ജയചന്ദ്രൻ, അരുൺ അസൈനർ, പ്രമോദ് ശങ്കർ, ബിനോയ് കുമാർ, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർമാരായ സലീഷ്, മനോഹരൻ, രാജേഷ്, അജീഷ്, അബ്ദുൽ കരീം, ഷൂജ മാറ്റട, വിഷ്ണു വിജയ്, അഭിൻ ചാക്കോ, വിജീഷ് പ്രേംകുമാർ എന്നിവർ നേതൃത്വം നൽകി. ചരക്ക് വാഹനങ്ങൾ കേന്ദ്രീകരിച്ച് ഈ ആഴ്ച മുഴുവൻ ജില്ലയിലാകെ പരിശോധന കർശനമാക്കുമെന്ന് എൻഫോഴ്സ്മെന്റ് RTO PN നസീർ അറിയിച്ചു. വെട്ടന്യൂസ് തിരൂർ. തിരൂർ നഗരസഭ ആയുർവേദ ഡിസ്പെൻസറി മുൻ നഗരസഭാ കൗൺസിലർ സൗജന്യമായി നൽകിയ ഭൂമിയിൽ നിർമ്മിക്കാനുള്ള തീരുമാനം മാറ്റാനുള്ള നഗരസഭാ ഭരണസമിതിയുടെ നിലപാട് തിരുത്തണമെന്നാവശ്യപ്പെട്ട് CPIM പ്രവർത്തകർ നഗരസഭാ സെക്രട്ടറിയെ ഉപരോധിച്ചു. 18-ാം വാർഡിലെ സൗജന്യമായി ലഭിച്ച സ്ഥലത്ത് കെട്ടിടം നിർമ്മിക്കാൻ അനുയോജ്യമല്ലെന്ന വ്യാജ റിപ്പോർട്ട് നഗരസഭാ അധികൃതർ തയ്യാറാക്കി സർക്കാരിലേക്ക് അയക്കുകയായിരുന്നു. ഈ വ്യാജ റിപ്പോർട്ട് തള്ളിക്കളയണമെന്നാവശ്യപ്പെട്ടാണ് CPIM തിരൂർ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ സെക്രട്ടറിയുടെ ചുമതലയുള്ള TV ശിവദാസനെ ഉപരോധിച്ചത്. വാടക കെട്ടിടത്തിലായിരുന്ന നഗരസഭ ആയുർവേദ ഡിസ്പെൻസറി കെട്ടിടം കഴിഞ്ഞ ഇടതുമുന്നണി കൗൺസിൽ സ്ഥിരം കെട്ടിടം നിർമ്മിക്കാൻ തീരുമാനിച്ചത്. ഇതേ തുടർന്ന് മുൻ നഗരസഭാ കൗൺസിലർ പ്രൊഫസർ മുളിയത്തിൽ കുഞ്ഞേരിയക്കുട്ടി 18-ാം വാർഡിൽ 6 സെന്റ് ഭൂമി സൗജന്യമായി നൽകിയെങ്കിലും UDF ഭരണസമിതി ഈ ഭൂമി ഒഴിവാക്കി 21-ാം വാർഡിലേക്ക് ആയുർവേദ ഡിസ്പെൻസറി മാറ്റാൻ തീരുമാനിക്കുകയായിരുന്നു. ഇതിനെതിരെ കുഞ്ഞേരിയക്കുട്ടി ഹൈക്കോടതിയെ സമീപിച്ച് നഗരസഭാ തീരുമാനം സ്റ്റേ ചെയ്യിച്ചു. ഇത് മറികടക്കാനായി 18-ാം വാർഡിലെ സൗജന്യമായി ലഭിച്ച സ്ഥലത്ത് കെട്ടിടം നിർമ്മിക്കാൻ അനുയോജ്യമല്ലെന്ന് വ്യാജ റിപ്പോർട്ട് നഗരസഭാ അധികൃതർ തയ്യാറാക്കി സർക്കാരിലേക്ക് അയക്കുകയായിരുന്നു. ഈ വ്യാജ റിപ്പോർട്ട് തള്ളിക്കളയണമെന്നാവശ്യപ്പെട്ടാണ് CPIM തിരൂർ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ സെക്രട്ടറിയുടെ ചുമതലയുള്ള TV ശിവദാസനെ ഉപരോധിച്ചത്. തുടർന്ന് ശിവദാസൻ നഗരസഭാ സെക്രട്ടറി TN സിനിയുമായി ബന്ധപ്പെടുകയും സെക്രട്ടറി എത്തിയ ശേഷം ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്ന ഉറപ്പിൽ ഉപരോധ സമരം അവസാനിപ്പിക്കുകയായിരുന്നു. സമരത്തിന് CPIM ലോക്കൽ സെക്രട്ടറി EM ആസാദ്, മുൻ ഏരിയ കമ്മിറ്റി അംഗം V ഗോവിന്ദൻകുട്ടി, കൗൺസിലർമാരായ C നജീബുദ്ദീൻ, ഹാസില, P സീതാലക്ഷ്മി, TK യാസീൻ, K സാദിഖ്, തറമൽ കുഞ്ഞുമോൻ, മുൻ കൗൺസിലർമാരായ കുഞ്ഞുട്ടി ബാവ, കുട്ടൻ എന്നിവർ നേതൃത്വം നൽകി. വെട്ടന്യൂസ് തിരൂർ. പ്രൈം ടുഡേ പൂർണ്ണമാകുന്നു. നമസ്കാരം.